Hi all, welcome to I+, ഞാൻ അക്ഷര. സീറ്റഡ് എക്സാമിനേഷൻ പേപ്പർ 1 ആൻഡ് പേപ്പർ 2 ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജി 30 മാർക്കിൻ്റെ ഏരിയ എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യമാണ് നമ്മൾ സീരീസ് ആയിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി 20 മാർക്കിൻ്റെ ഏരിയ നമ്മൾ കവർ ചെയ്തു. ഇനി ഒരു 10 മാർക്കും കൂടെയാണ് ബാക്കിയുള്ളത്. അത് നമുക്ക് 2 സെക്ഷനായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ലേണിംഗ് ആൻഡ് പെഡഗോജി. 10 മാർക്കിൻ്റെ ഏരിയ ആണ് കംപ്ലീറ്റ് ആയിട്ടും. ലേണിംഗ് ആൻഡ് പെഡഗോജിയിൽ ആദ്യം വരുന്ന 5 ടോപ്പിക്ക് നോക്കാം. ഹൗ ചിൽഡ്രൻ തിങ്ക് ആൻഡ് ലേൺ. എങ്ങനെയാണ് കുട്ടികൾ ചിന്തിക്കുന്നത്, എങ്ങനെയാണ് കുട്ടികൾ പഠിക്കുന്നത്. കൺസ്ട്രക്റ്റീവിസ്റ്റ് വ്യൂ ഓഫ് ലേണിംഗ്. അപ്പോൾ ലേണിങ്ങിൽ നമ്മുടെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ കൊടുത്തേക്കുന്ന ഏത് വ്യൂ ആണ്? ബിഹേവിയറിസം ആണോ? അല്ല, അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു അല്ലേ. കൺസ്ട്രക്റ്റീവിസം ആണ്. അപ്പോൾ കൺസ്ട്രക്റ്റീവിസ്റ്റ് വ്യൂ ആണ്. ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് ലേണർ പ്ലേസ് എന്ത് ചെയ്യും? ലേണർ എങ്ങനെയാണ് ആക്റ്റീവ് റോള് പ്ലേ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എന്താണ് മീനിങ് ഫുൾ ലേണിംഗ്. വെറുതെ കുറേ കാര്യങ്ങൾ കേട്ട് പഠിക്കുവാണോ? അല്ല, അർത്ഥവത്തായിട്ടുള്ള പഠനമാണ് അവിടെ ഉള്ളത്. ദെൻ ലേണിംഗ് ഫെയിലർ ഇൻ സ്കൂൾ. സ്കൂളിലെ ഫെയിലർ എന്ന് പറയുന്ന സംഗതി പലപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വിട്ടുപോകുന്ന അല്ലെങ്കിൽ സ്വയം നമ്മൾ എന്താണ് ഒഴിവാക്കി വിടുന്ന ഒരു ടോപ്പിക്കാണ് ഫെയിലർ ഇൻ സ്കൂൾ എന്ന് പറയുന്നത്. കോസ് ഓഫ് പുവർ പെർഫോമൻസ്. എന്തുകൊണ്ട് കുട്ടി പുവർ പെർഫോമൻസ് ചെയ്യുന്നു. ഇമോഷണൽ, സോഷ്യൽ ആൻഡ് പെഡഗോജിക്കൽ ഫാക്ടേഴ്സ് അതിൻ്റെ പിന്നിലുണ്ടെങ്കിൽ അത് കണ്ടെത്തുക. റോൾ ഓഫ് ടീച്ചർ എക്സ്പെക്റ്റേഷൻ. ടീച്ചറിൻ്റെ എക്സ്പെക്റ്റേഷൻ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 90 മാർക്ക് വാങ്ങിച്ച കുട്ടി 100 മാർക്ക് വാങ്ങണമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ 2 മാർക്ക് വാങ്ങിയ കുട്ടി 100 മാർക്ക് അടുത്ത പരീക്ഷയ്ക്ക് വാങ്ങണമെന്ന് ഒരു ഗോൾ ടീച്ചർ സെറ്റ് ചെയ്യാൻ പാടുണ്ടോ? ഒരിക്കലും ഇല്ല. കുട്ടികളുടെ ഒരു പ്രോഗ്രസ് എന്ന് പറഞ്ഞ് എന്തായിരിക്കണം? അതിങ്ങനെ പടിപടിയായിട്ടായിരിക്കണം. അപ്പോൾ ഇതൊക്കെ എന്താ ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കും കേട്ടോ. ദെൻ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്. ടീച്ചർ ലേണർ കണ്ടന്റ് തമ്മിലുള്ള ബന്ധം. അതോടൊപ്പം തന്നെ എന്താണ് പ്ലാനിങ്, എക്സിക്യൂഷൻ ആൻഡ് ഫീഡ്ബാക്കും. പറയുമ്പം 2 വാക്കിൽ പറഞ്ഞു പോകുമെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത്യാവശ്യം എലാബറേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഇതും. ദെൻ ഫൈൻ നെക്സ്റ്റ് ചിൽഡ്രൻസ് ലേണിംഗ് സ്ട്രാറ്റജി. എങ്ങനെയാണ് കുട്ടികൾ പഠിക്കുന്നത്. റോഡ് വേഴ്സസ് മീനിങ് ഫുൾ ലേണിംഗ്. റോഡ് ലേണിംഗ് എന്നുള്ള പദം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉറപ്പാണ്. എവിടെയെങ്കിലും ചോദ്യത്തിലോ ഉത്തരത്തിലോ ഓപ്ഷനിലോ എവിടെയെങ്കിലും കാണും. റോഡ് ലേണിംഗ് എന്താണ്? കാണാപ്പാഠം പഠിക്കുക. അത് നമ്മളുടെ പുതിയ പെഡഗോജിക്കൽ അപ്രോച്ചിൽ ഇല്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചു വെച്ചോണേ. നമുക്ക് എന്താവശ്യം? മീനിങ് ഫുൾ ലേണിംഗ് ആണ്. സെൽഫ് ലേണിംഗ് ആൻഡ് കോപ്പറേറ്റീവ് ലേണിംഗ്. സ്വയം പഠിക്കുന്നത് മറ്റ് കൂട്ടുകാരുമായി ചേർന്ന് സഹകരിച്ചുകൊണ്ടുള്ള പഠനവും അതിൻ്റെ പ്രാധാന്യവും പഠിച്ചു വെക്കുക. ആൻഡ് ഫൈനലി ലേണിംഗ് ആസ് എ സോഷ്യൽ ആക്ടിവിറ്റി. പഠനം എന്ന് പറഞ്ഞ എന്താണ്? ഒരു സമൂഹവുമായി എങ്ങനെ കണക്ട് ചെയ്യുന്നു. വൈഗോട്സ്കിയുടെ തിയറിയൊക്കെ ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ അവിടെ വൈഗോട്സ്കി പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെയും കിട്ടും മാർക്കല്ലേ. ആ ഒരു പ്രാധാന്യം ഓർത്തോണേ. റോൾ ഓഫ് ഇൻട്രാക്ഷൻ ആൻഡ് കൊലാബറേഷൻ. ഇൻട്രാക്ട് ചെയ്യുന്നതിനും കൊലാബറേഷനും അതുകൊണ്ടുള്ള റോള്. അതോടൊപ്പം തന്നെ എന്താണ് ഡിസ്കഷനിലും ഷെയറിങ്ങിലും കൂടെയുള്ള പഠനം. അതൊക്കെയാണ് അവിടെ വരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഏകദേശം നമ്മൾ 25 മാർക്കിൻ്റെ ഏരിയ എങ്ങനെ പഠിക്കണമെന്ന് അറിഞ്ഞു കഴിയും. ബാക്കി 5 മാർക്കും കൂടെയുള്ളൂ. അത് അടുത്ത സെക്ഷനിൽ നോക്കാം. താങ്ക് യു ഓൾ.